Hi guys. നമ്മളിപ്പോ നിൽക്കുന്നത് കുഞ്ചാപുരി ടെമ്പിളിലാണ് കേട്ടോ. അപ്പൊ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സതീദേവി അല്ലേ, ശിവന്റെ ഭാര്യ എന്നറിയപ്പെടുന്ന സതീദേവി പുള്ളിക്കാരത്തി മറ്റേ തീയിൽ ചാടി എന്താ സതി ചെയ്ത് മരിക്കുന്നുണ്ട്. സതി പറഞ്ഞു മരിക്കുന്നില്ല തീ ചാറിന്റെ സതി പറഞ്ഞു. സതീദേവി മരിച്ചു. എങ്ങനെ മരിച്ചു എന്നുള്ളത് ഇവന്റെ ഭാര്യ പാർവതി. തേങ്ങയാണ് പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതും ക്ഷീണത്തോട്ട് കളിച്ചു കഴിഞ്ഞാൽ കളി മാറും കേട്ടോ. നമ്മുടെ യാത്രയെ കുറിച്ചാണ് നമ്മൾ രാവിലെ സദ്യ എന്നും പറയും. ശിവ അച്ഛന്റെ ഏതോ യജ്ഞത്തില് ജീവൻ ഇതാക്കാൻ വേണ്ടി കൊടുത്തപ്പോഴേക്കും ആ യജ്ഞാണ് ചോദിച്ചാണ് കൊടുത്ത സമയത്ത് ജീവൻ കൊടുത്തു യജ്ഞത്തിന് വേണ്ടി. യജ്ഞത്തിൽ മരിച്ചു. ശിവൻ ബോഡി എടുത്തോണ്ട് പോണേക്ക് ഏതൊരു ചീടോടെ കൈലാസത്തിൽ പോകുന്ന ഈ ഒരു പീസോടെ ബോഡിയിൽ പീസ് താഴെ പോയി. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ആ ഒരു പീസിന്റെ അമ്പലം വെച്ചിരിക്കുന്നത്. ഇവിടെ എത്തണമെങ്കിൽ ജീവൻ പണയം വെച്ച് മലയും കുന്നും എല്ലാം കടന്നേ വരാൻ പറ്റുള്ളൂ. നോക്കണം, മാപ്പിൽ നോക്കണം, നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം വരാൻ. കുഞ്ചാപുരി അങ്ങനെ എന്തോ ഇവിടെ കാറായിട്ടൊന്നും വരാതിരിക്കുന്ന നല്ലത്. തിരിച്ചു പോകാൻ മണ്ണിടിഞ്ഞിട്ടുണ്ടാവും, പോകാൻ പറ്റില്ല. 50 സ്ഥലത്തേക്കും മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും മണ്ണിടിഞ്ഞിട്ടുണ്ട്. മഴക്കാലത്ത് ഒരിക്കലും വരരുത്, ഭയങ്കര റിസ്ക് ആണ്. രാവിലെ എണീക്കുക ഒരു 4:30 ഇറങ്ങിയ കറക്റ്റ് ഒരു 4:35 ആകുമ്പോൾ ഇറങ്ങണം. ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടാവും. 6:30 സൺറൈസ് വ്യൂ കിട്ടും. അതെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മ ഇപ്പൊ വന്ന പോലെ സ്റ്റെപ്പ് കയറാൻ ധൈര്യമുള്ളവർ മാത്രം വന്നാൽ മതി. 10-200 സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കാണിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് ലണ്ടൻ 442, കാഠ്മണ്ഡു, മോസ്കോ, ഇസ്താംബുൾ 2800, സ്വിസ് കോട്ടേജ് അത് കാണില്ല. റോമും 1600. ഇന്ത്യ എല്ലാവരും അടിക്കും. നമ്മളടിച്ച പിന്നെ എല്ലാവരും അടിക്കും. എത്രയിലാണ്? 16. അനന്തമായി കിടക്കുന്ന പടികൾ, എന്നരുതേ ചവിട്ടുപടികൾ, കൊണ്ടിടിച്ച ഒരു സുഖം ഉണ്ടായിരുന്നു. കട്ടിയുള്ള ഹിന്ദിയാണ്. യാ ദേവി സർവമൂർത്തി ചേതനെ ചേതനെ മിഥ്യ യഥേ. ഒറ്റ വാക്കാണ് നമ്മൾ 3 വാക്കായിട്ട് പൈസ ഉണ്ടല്ലോ. നല്ല നന്നായി വിളിച്ചു. വലിയ മസിലൊക്കെ വലിയ തോന്നി. നല്ലതാണോ? നമ്മളൊരു 3 കിലോമീറ്റർ വൺ സൈഡ് അല്ലേ തിരിച്ചു കൂടും. ടോട്ടൽ ഇലക്ട്രോണിക്സ് കയറാനാണ് അങ്ങോട്ട്. മറ്റേ സ്ഥലത്തെ ചായകളെ വിളിച്ചൊന്നുള്ളൂ. ഇവര് ബസ് കളിപ്പിക്കലുണ്ട്. അതാണ് ടാസ്ക് തന്നെ. ക്ലൈമറ്റ് കേരള ചായ ഇല്ല ഇവര്. ഹലോ ഗൈസ്, ഇറങ്ങുകയാണ്. പൊരി അമ്പലം ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോയ അഡ്വഞ്ചറസ് വഴികൾ കാണിച്ചത്. ഇത്രയും അഡ്വഞ്ചറസ് വഴികളിലൂടെയാണ് ഞങ്ങൾ വന്നത്. എന്നാൽ കാറൊന്നും ആരും കൊണ്ടുവരുത്. ജമ്മിങ് ഹൈറ്റ്സ്. നമ്മൾ ബഞ്ചി ജമ്പിന് രജിസ്റ്റർ ചെയ്യുകയാണ്. ടിക്കറ്റ് ഇപ്പോൾ വരുന്നതായിരിക്കും.
ഒരു വന്നില്ല. ടിക്കറ്റ് രജിസ്ട്രേഷൻ നമ്മൾ വെയിറ്റ് വെച്ച് പച്ചടിച്ചിട്ടിറങ്ങി കൈ മാത്രം കിട്ടിയല്ലോ അല്ല ഒഴുകി പോയ കൈ മാത്രം കിട്ടാണ് വെച്ചാണ് കയ്യത് ചെറുതായിട്ടൊക്കെ ഹിറ്റാരോ എന്നൊക്കെ രജിസ്ട്രേഷൻ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. അത് എക്സൈറ്റഡ് അല്ലേ? അത് എക്സൈറ്റഡ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചാടലൊക്കെ പെട്ട് വരും. തിരിച്ച് നടന്നു തിരിച്ച് നടന്നു കയറുന്നുണ്ട്. അതാണ് പ്രശ്നം. നേരെ പൊക്കത്തോടെ ഇങ്ങനെ നടന്നു നിങ്ങൾ പോയത്. അല്ല അല്ലേ മറ്റേ സിനിമയിൽ ഒരു ഇയാളോട്ടല്ലേ ആ ഡൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തൊക്കെ വന്നാലും കാല് പൊക്കത്തൊന്നും ആയിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര ഇട്ടി വരും. അവിടെ ചിലപ്പോൾ കണ്ടത് ലാസ്റ്റ് ആറില്ല ആദ്യം ചാറാം. അങ്ങനെ നമ്മൾ ചടം പോവുകയാണ്. ഒരു പെട്ടെന്ന് ഫിനിഷ് ചെയ്യും. നമ്മുടെ എക്സ്പീരിയൻസ് റിയലൈസ് ചെയ്യുന്ന പട്ടേന്ന് പറഞ്ഞ പമ്പ് ചെയ്യും. പട്ടേന്ന് പറഞ്ഞു ചാടുന്നതിന് മുമ്പുള്ള 10 സെക്കൻഡ് നമ്മളവിടെ ഇത് കിട്ടും നിന്ന് കഴിയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ പ്ലാറ്റ്ഫോമിന്റെ ചാടി നിൽക്കുന്ന ഫ്രണ്ടിലെ ഭാഗത്തേക്ക് വന്നിങ്ങനെ നിന്നിട്ട് ഇപ്പൊ ചാടണമല്ലോ എന്നുള്ള ഓർത്ത് നിൽക്കുന്ന സമയത്ത് അടിയിലേക്ക് നമ്മൾ നോക്കി പോയി നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി പാനിക് ആവും. പിന്നെ ആ ചാടുന്ന മൊമെന്റ് മൊമെന്റാണ്, എക്സ്പീരിയൻസ് ആണ്. ആ ചാട്ടം മാത്രമല്ല, ചാട്ടത്തിന് മുമ്പുള്ള സമയം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷമുള്ള റാഫ്റ്റിംഗ് ഉണ്ടായിരുന്നു. റിവർ ക്രോസിംഗ് റാഫ്റ്റിംഗ് സത്യം പറഞ്ഞ നമ്മള് 15 മിനിറ്റ് സ്റ്റീപ്പ് ട്രക്കിംഗ് ആണ് നേരെ മുകളിലേക്ക്. ബഞ്ചി ജമ്പിങ് ചെയ്ത് ജമ്പിങ് ഹൈറ്റ്സ് എത്തിപ്പെടാനുള്ള വഴിയെ കുറിച്ച് കഠിനമാണെങ്കിലും കൊള്ളാം. അത് വേറൊരു അഡ്വഞ്ചർ ആണ്. നിങ്ങൾ അഡ്വഞ്ചർ റൈഡർ അതെ, എന്നാലേ എത്തിപ്പെടുള്ളൂ. നമുക്ക് മുമ്പ് വന്ന രണ്ടുപേരില്ലേ ആദ്യം വന്നവർ, അവരെ കണ്ടില്ലേ? അവരുടെ നമ്മളാ വഞ്ചി വലിച്ചെടുത്തൊരു പുള്ളിയില്ലേ, അയാളാണ് നമ്മുടെ ഫ്രണ്ടിൽ മറ്റേ ബൈക്കിന് വേണ്ടിയില്ലേ. ബൈക്ക് വേണ്ടിയില്ലടാ, ആ പുള്ളിയാണ്. ചെറുതായിട്ട് വല്ല F1 ഓടിച്ചുള്ള പരിചയമാ. വരാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് ഭാഗ്യം വേണം, കാരണം കറക്റ്റ് നമ്മൾ വരുന്ന സമയത്ത് മല ഇടിയുവാണെന്നുണ്ടെങ്കിൽ തീർന്നു. അഡ്വഞ്ചർ എത്ര എത്തോലെന്ന് ഉറപ്പില്ലത്. ചിലപ്പോ എത്താം, ചിലപ്പോ വൈകി എത്താം, ചിലപ്പോ എത്തില്ല.